മന്നൻ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പെരുന്നയിലെത്തിയിരിക്കുന്നു. മഹാപ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് കരുത്തോടെ നയിക്കുന്ന നിലപാടുകളിൽ അചഞ്ചലമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കേരള സമൂഹത്തിനാകെ ആദരണീയനായ NSS ജനറൽ സെക്രട്ടറി ശ്രീ G. സുകുമാരൻ നായർ, യോഗത്തിന്റെ അധ്യക്ഷൻ, NSSന്റെ സമാരാധ്യനായ അധ്യക്ഷൻ ഡോക്ടർ M. ശശികുമാർ, അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന പ്രിയങ്കരനായ കോട്ടയം MP ശ്രീ ഫ്രാൻസിസ് ജോർജ്, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന NSS ട്രഷറർ P. അയ്യപ്പൻപിള്ള, സംസ്ഥാന ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി, ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ ശ്രീ K. B. ഗണേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ, ശ്രീ ഹരികുമാർ കോയിക്കൽ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന നായക സഭയിലെ അംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തികഞ്ഞ അഭിമാന ബോധത്തോടെയാണ് 148ാമത് മന്നൻ ജയന്തി ആഘോഷ പരിപാടികളിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കെടുക്കുന്നത്. ഞാൻ എന്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മഹാന്മാരായ നിരവധി വ്യക്തികൾ, രാജീവ് ഗാന്ധി മുതൽ ഡോക്ടർ S. രാധാകൃഷ്ണൻ ഉൾപ്പെടെ മുൻ രാഷ്ട്രപതിയായ KR നാരായണൻ, ശ്രീ K. കരുണാകരൻ, ഉജ്ജ്വല നേതൃത്വങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്ത ഈ വേദിയിൽ എനിക്കൊരു അവസരം കിട്ടിയതിന് NSSനോടും എന്റെ ജനറൽ സെക്രട്ടറിയോടും പൂർണ്ണമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് അങ്ങേയറ്റത്തെ ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഭാരത കേസരി മന്നത്ത് പത്മനാഭൻ ഉജ്ജ്വലമായ സ്മരണകളാണ് ഇവിടെ ഇരുമ്പി നിൽക്കുന്നത്. പത്മനാഭ പ്രഭയിൽ പെരുന്ന പ്രശോഭിതമാണ് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്. ഇത്തവണ കൂടുതൽ ആളുകൾ ഈ സമ്മേളനത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുക്കുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കേരളം ഇന്ത്യക്ക് സംഭാവന ചെയ്ത മഹാപുരുഷന്മാരിൽ അഗ്രഗണ്യനാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ. കാലവും ചരിത്രവും അദ്ദേഹത്തെ ഏറ്റവും സമാദരണീയ വ്യക്തിത്വമായി എന്നും ഉയർത്തിക്കാട്ടുന്നു എന്നത് പ്രത്യേക ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മാമൂലികളിലും അന്ധവിശ്വാസങ്ങളിലും തളച്ചിട്ട ഒരു സമൂഹത്തെ പുരോഗതിയുടെ പാതയിലേക്ക് എത്തിക്കാനും നവോത്ഥാനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനും നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ. അത് കേരള സമൂഹത്തിന് ഒരു പുതിയ വെളിച്ചം നൽകുന്നതായിരുന്നു. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ആണ്ടുകിടന്ന നായർ സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, കേരളത്തിലാകമാനം പുരോഗതിയുടെ വഴികൾ കാട്ടിക്കൊടുക്കാനും ശ്രമിച്ചു എന്നത് ഒരു വസ്തുതയാണ്. മന്നത്ത് പത്മനാഭൻ എന്ന മഹാമേരു ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം നമ്മൾ ഓർത്തു നോക്കുക. അപ്പോഴാണ് ആ മനുഷ്യൻ എന്തെല്ലാമായിരുന്നു എന്ന്, നമുക്കായി എന്തെല്ലാം ചെയ്തുവെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ ശ്രീ മന്നത്ത് പത്മനാഭൻ നൽകിയ കാര്യങ്ങൾ, ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വ്യക്തമായി തന്നെ എഴുതപ്പെട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ്. ആരാധ്യനായ സമുദായാചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭൻ ഒരിക്കൽ പറഞ്ഞു, മറ്റുള്ളവരെ പോലെ അധ്വാനിച്ച് ജീവിക്കാൻ നായർ സമുദായം തയ്യാറാകണം.
അധ്വാനിച്ച് ആഹാരം കഴിച്ച് ഉറങ്ങാവൂ എന്ന നിശ്ചയം സമൂഹത്തിലെ ആണിനും പെണ്ണിനും ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. ഇതാണ് സമുദായ ആചാര്യൻ സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞത്. അധ്വാനിക്കാൻ പറഞ്ഞു, മറ്റുള്ളവരെ പോലെ അധ്വാനിച്ച് ജീവിക്കാനും അതോടൊപ്പം തന്നെ ആണും പെണ്ണും ഒരുപോലെ അധ്വാനിച്ച് ജീവിക്കാനുമാണ് നമ്മളെ അദ്ദേഹം പഠിപ്പിച്ചത്. സ്വന്തം സമുദായത്തിന്റെ ശക്തി ദൗർബല്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടിരുന്ന ആചാര്യനായിരുന്നു മന്നത്ത് പത്മനാഭൻ. ഒരുപക്ഷെ സ്വന്തം സമുദായത്തിന്റെ ശക്തി ദൗർബല്യങ്ങൾ ഇത്രയും ആഴത്തിൽ മനസ്സിലാക്കിയ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധ്യമല്ല. മാറ്റം ഓരോ വ്യക്തിയിലും കുടുംബത്തിലും ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഓരോ വ്യക്തിയുടെയും പുരോഗതിയിലൂടെ മാത്രമേ സമുദായത്തിനും സമൂഹത്തിനും പുരോഗതി ഉണ്ടാകൂ എന്ന് ശരിയായ നിലയിൽ വിലയിരുത്തിയ വ്യക്തിയാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ. മന്നത്തെ മന്നം എന്നല്ല ശീഘ്രം എന്നാണ് വിളിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന്റെ കർമ്മകുശലത കണ്ടുകൊണ്ട് പ്രമുഖ അഭിഭാഷകനായിരുന്ന മള്ളൂർ ഗോവിന്ദപിള്ള നർമ്മം കലർത്തി പറഞ്ഞത് ഞാനിവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഏത് കാര്യവും ശീഘ്രതയോടെ ചെയ്യാൻ കഴിയുന്ന, ഏതൊരു കാര്യവും വളരെ വേഗതയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തന ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇന്ന് ഉള്ള സൗകര്യങ്ങളിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച അല്പം ചടഞ്ഞുകൂടാൻ തയ്യാറാകുന്ന സമുദായമെന്ന പേരുദോഷമുണ്ടായിരുന്നവർക്ക് മുമ്പിൽ അദ്ദേഹം സ്വന്തമായ മാതൃക കാണിക്കുകയാണ് ഉണ്ടായത്. NSSന്റെ ചരിത്രവും മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയും പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകുന്നു. അത് അദ്ദേഹത്തിന്റെ ദിനചര്യ വിവരിക്കുന്ന അത്ഭുതകരമാണ്. ശ്രീ മന്നത്ത് പത്മനാഭൻ അത് രാവിലെ 3:30 എഴുന്നേൽക്കും. ഒന്ന് ഓർത്തു നോക്കാം, 3:30 മണിക്ക് ഉണരും. പിന്നെ കുളിക്കാൻ പോകുന്നത് വരെ ഉള്ള സമയം കത്തുകൾക്ക് മറുപടി എഴുതുകയാണ്. തലേ ദിവസം തപാലിലൂടെ വന്നിരുന്ന പത്രമാധ്യമങ്ങൾ മുഴുവൻ വായിച്ചു തീർക്കും. കുളി കഴിഞ്ഞാൽ പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. 6 കാവലിന് മുമ്പ് ഇതെല്ലാം നടക്കും. വൃത്തി ഏറ്റവും നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. ശുചിത്വത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം അദ്ദേഹം കൊടുത്തിരുന്നു. സമൂഹത്തിന്റെ വിശുദ്ധിയും വ്യക്തിപരമായ ശുദ്ധിയും പ്രത്യേകം കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം ബദ്ധസ്ഥനായിരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ കഴിയും. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മകന്റെ അടുത്ത് ചെല്ലാൻ അമ്മയ്ക്ക് പോലും മടിയായിരുന്നത്രേ. അതായിരുന്നു മന്നത്ത് പത്മനാഭൻ. അകവും പുറവും സൗന്ദര്യമുള്ള ഒരു മഹാപുരുഷനായിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭൻ എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഈ അടുത്ത സമയത്താണ് ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ സുജാത ലിവിംഗ് ബിയോണ്ട് ഏജസ് എന്ന് പറയുന്ന മന്നത്ത് പത്മനാഭനെ പറ്റി ഇംഗ്ലീഷിൽ ഒരു പുസ്തകം ഇറക്കുകയുണ്ടായി. എന്നോട് പലരും ആ പുസ്തകത്തെ പറ്റി പറഞ്ഞ് വായിക്കാൻ അവസരം കിട്ടിയില്ല. ആ പുസ്തകം മലയാളം അറിയാത്ത മറുനാടൻ മലയാളികൾക്കും മറ്റുള്ള ഭാഷക്കാർക്കും വായിച്ചാൽ മന്നത്ത് പത്മനാഭനെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും എന്നാണ് വായിച്ചുള്ളവർ എന്നോട് പറഞ്ഞത്. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും സ്വസമുദായത്തെ മോചിപ്പിക്കുന്നതിനും അദ്ദേഹം മാതൃക കാണിക്കുകയുണ്ടായി. വൈക്കം സത്യാഗ്രഹം സമയത്തെ നമുക്കൊരു സംഭവം ഓർമ്മിക്കാം. വൈക്കം സത്യാഗ്രഹം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു അധ്യായമാണ്. ആ സമരത്തിൽ നേതൃത്വം കൊടുത്ത മഹൽ വ്യക്തികളുടെ മുന്നിൽ ശ്രീ മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചങ്ങനാശ്ശേരി വരുന്ന മന്നത്ത് വീട്ടിൽ 3 പേര് എത്തുകയുണ്ടായി. അതിലൊരാള് ആറന്മുള സ്വദേശിയായ അഴകൻ എന്ന
പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അവർ ആഹാരം കഴിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അമ്മയോട് കഞ്ഞി റെഡിയാക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അപ്പോഴാണ് ഒരു പ്രശ്നം മുതലെടുത്തത്. അഴകനെ എവിടെ ഇരുത്തി ഭക്ഷണം നൽകും. താൻ പൊതുസ്ഥലത്ത് വെച്ച് മിശ്രഭോജനം ശീലിച്ചിട്ടുണ്ടെങ്കിലും അമ്മയ്ക്കത് സ്വീകാര്യമാകുമോ എന്ന ഒരു ശങ്ക അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അയിത്തോച്ചാടനത്തിനെതിരായി പോരാടുന്ന തനിക്ക് അഴകനെ കൂടെയിരുത്തി ഭക്ഷണം കഴിപ്പിക്കാൻ ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ധർമ്മസങ്കടത്തിനൊടുവിൽ അദ്ദേഹം പറഞ്ഞു, സ്വന്തം ബോധ്യങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്ക് വിരുദ്ധമായി എന്തായാലും ഞാൻ പ്രവർത്തിക്കില്ല. ഇന്നത്തെ അതിഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അഴകനാണ്. അതുകൊണ്ട് തന്നെ അഴകനോടൊപ്പം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് അദ്ദേഹം അമ്മയെ ബോധ്യപ്പെടുത്തി. നിലത്ത് വിരിച്ച പായിൽ തൊട്ടടുത്ത് അഴകനെ ഇരുത്തി മന്ദവും അദ്ദേഹത്തോടൊപ്പം കഞ്ഞി കുടിച്ചു. ഭക്ഷണം കഴിഞ്ഞ് പാത്രമെടുക്കാൻ ഭാവിച്ച അഴകനെ അദ്ദേഹം തടഞ്ഞു. മന്ദം തന്നെ പാത്രമെടുക്കാൻ ശ്രമിച്ചപ്പോഴും അമ്മ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് ആ പാത്രം അമ്മ കഴുകി വൃത്തിയാക്കി. ആ കാലഘട്ടത്തിൽ ഓർക്കാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സംഭവമായിരുന്നു ഇത്. അയിത്തോച്ചാടനത്തിനും ജാതി നശീകരണത്തിനും ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ താൻ അവകാശിയായിരുന്നുവെന്ന് ഈ സംഭവത്തോട് മന്ദം കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ സ്വയം മാതൃക തീർത്താണ്, മറ്റുള്ളവരെ കേവലം ഉപദേശിക്കുകയല്ല, സ്വജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ പകർത്തി സ്വയം മാതൃക തീർത്താണ് അദ്ദേഹം വ്യക്തമാകുന്ന കാര്യമല്ലേ. അസാധാരണമായ കർമ്മകുശലത അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റാർക്കുമില്ലാത്ത വിചാരങ്ങളും ചിന്തകളും അദ്ദേഹത്തെ ഭരിച്ചിരുന്നു. അദ്ദേഹം സമൂഹത്തിന് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിയാണ്. സ്കൂൾ അധ്യാപകനായിരുന്നു, ജോലി വേണ്ടെന്ന് വെച്ചു. വക്കീൽ പണിയിൽ ചേർന്നു. ചങ്ങനാശ്ശേരി ബാറിൽ വക്കീലന്മാരുടെ സംഘടന ഉണ്ടാക്കി പ്രവർത്തിച്ചു, അതും വേണ്ടെന്ന് വെച്ചു. തന്റെ ലക്ഷ്യം ജീർണതയിൽ ആണ്ടുകിടക്കുന്ന അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അടിഞ്ഞു കിടക്കുന്ന ഭിന്നിച്ചു നിൽക്കുന്ന 18 ഉപവിഭാഗങ്ങളായി ഭിന്നിച്ചു നിൽക്കുന്ന നായർ സമുദായത്തെ ഒന്നിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് തന്റെ ജീവിത ലക്ഷ്യം എന്ന് കണ്ടുകൊണ്ടാണ് മന്നത്ത് പത്മനാഭൻ തന്റെ ജീവിത യാത്ര യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാതെ പോയ മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് 154 സ്കൂളുകൾ ഉണ്ടാക്കി, 28 കോളേജുകൾ ഉണ്ടാക്കി, 11 ആശുപത്രികൾ ഉണ്ടാക്കി. മാത്രമല്ല 5000 ഹെക്ടറിലധികം ഭൂമി, തോട്ടഭൂമി NSSന് വേണ്ടി സമ്പാദിച്ചു. മന്നത്ത് പത്മനാഭൻ കർമ്മയോഗിയായ കുലപതി എന്ന പുസ്തകത്തിൽ ആമുഖത്തിൽ കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു, 100 രൂപ തികച്ചെടുക്കാൻ കഴിവില്ലാത്ത ചെറുകിട ജന്മിമാരും അല്പവേതനക്കാരായ സർക്കാർ ജീവനക്കാരും കോടതി തിണ്ണകളിൽ വ്യവഹാരങ്ങൾക്ക് വേണ്ടി നിരങ്ങുന്ന കലഹപ്പിഴയിൽ മുടങ്ങുന്ന ഒരു സമുദായത്തെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിക്കാൻ മന്നത്ത് പത്മനാഭന് മാത്രമേ കഴിയൂ. പണം എങ്ങനെ വന്നു ചേരുന്നു എന്നത് അദ്ദേഹത്തിന്റെ ശുഭാപ്തി വിശ്വാസം സഹപ്രവർത്തകരെ ശുഭാപ്തി വിശ്വാസികളാക്കി മാറ്റി. ഒരു യഥാർത്ഥ നേതാവിന് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. ശ്രീ മന്നത്ത് പത്മനാഭൻ ശൂന്യതയിൽ നിന്ന് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത മഹാനുഭാവനാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ന് നമുക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത നിലയിലുള്ള പ്രവർത്തന പാഠകമായിരുന്നു അദ്ദേഹം നേതൃത്വം കൊടുത്തത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. യഥാ മന്നത്ത് പത്മനാഭൻ ഒരു ട്രൂ ലീഡറാണ്.
അണികളെയും സമൂഹത്തെയും നയിക്കാൻ കഴിയുന്ന ഒരു ട്രൂ ലീഡറാണ് മന്നത്ത് പത്മനാഭൻ എന്ന് തെളിയിച്ച എത്രയോ സംഭവങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. തിരുവനന്തപുരം MG കോളേജിന്റെ ശിലാസ്ഥാപനം നടത്തിയ ഗവർണർ ജനറൽ C. രാജഗോപാലൻ മന്നത്ത് പത്മനാഭനോട് ചോദിച്ചു, കോളേജ് നിർമ്മാണത്തിന് വലിയ തുകയുണ്ടായി ചെലവഴിച്ച് കാണുമല്ലോ, എവിടുന്നാണ് ഈ പണം സമാഹരിക്കാൻ പോകുന്നത്? അദ്ദേഹത്തിന്റെ മറുപടിയാണ്, പണമൊക്കെ ഓരോരുത്തരുടെ പോക്കറ്റിലില്ലേ, ചെന്ന് ചോദിച്ച് വാങ്ങുകയേ വേണ്ടൂ. ആ ആത്മവിശ്വാസത്തിന്റെ മറ്റൊരു പേരായി നമുക്ക് ഉദ്ധരിക്കാൻ കഴിയുന്നത്, പറയാൻ കഴിയുന്നത് മന്നം എന്ന് തന്നെയാണ്. അതുവഴി സ്വസമുദായത്തിനും അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസം നൽകി എന്നുള്ളതാണ് സത്യം. ഈ കോളേജുകളും സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ നിർമ്മിച്ചത് ജനങ്ങളുടെ പണം കൊണ്ടാണ്, സമുദായ സ്നേഹികളുടെ പണം കൊണ്ടാണ്, സമൂഹത്തിലെ ആളുകളുടെ കൈകളിലെ പണം കൊണ്ടാണ്. എന്റെ മണ്ഡലമായ ഹരിപ്പാട് കരുവാറ്റായി സമുദായത്തിൽ കുടുംബത്തിൽ വിഷുവിന് അദ്ദേഹം ചെയ്തു. വിഷ്കരീട്ടമായ ഒരു ആനയാണ് അതും വിറ്റ് NSS മുതൽക്കൂട്ട് ഉണ്ടായി. അതുപോലെ എത്രയോ വീടുകളിൽ ചെന്ന് അവരോടൊപ്പം നിന്നുകൊണ്ട് NSSന്റെ മഹത്തായ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ ശ്രീ മന്നത്ത് പത്മനാഭൻ നടത്തിയ ശ്രമങ്ങൾ ചെറുതല്ല. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നായർ സമുദായ അംഗങ്ങൾ മാത്രമല്ല പഠിക്കുന്നത്, എല്ലാവരും പഠിക്കുന്നു. അതായിരുന്നു മന്നത്തിന്റെ ദർശനം. എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം, എല്ലാവർക്കും വളരാനുള്ള അവസരം, എല്ലാവർക്കും തുല്യമായ നീതി നൽകാനുള്ള ചിന്ത, അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഇവിടെ വ്യക്തിപരമായ ഒരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ എനിക്ക് SSLC പരീക്ഷയിൽ അന്ന് 350 മാർക്ക് വേണം ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ. 5 മാർക്ക് എനിക്ക് കുറവായിരുന്നു. എന്റെ വീടിനടുത്തുള്ള ഒരു കോളേജിൽ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. റാങ്ക് ലിസ്റ്റിൽ ഞാൻ 5ാമതായിരുന്നു. ഞാൻ അന്ന് കേരള വിദ്യാർത്ഥി യൂണിയന്റെ KSUവിന്റെ ഒരു പ്രവർത്തകനായിരുന്നു, ജില്ലാ ട്രഷററായിരുന്നു. ആരോ ഒരു ഉമ്മക്കത്തയച്ചു, ഞാൻ ഈ കോളേജിൽ പഠിച്ചാൽ ഈ കോളേജിന്റെ അന്തരീക്ഷം തകർക്കുമെന്ന്. ആ ഉമ്മക്കത്തിന്റെ അടിസ്ഥാനത്തിൽ 5ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. എനിക്ക് പ്രവേശനം നിഷേധിച്ചു. മറ്റൊരു കോളേജിൽ ഞാൻ അപേക്ഷ കൊടുത്തിരുന്നില്ല, കാരണം ഇത് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ എന്റെ പിതാവിനോടൊപ്പം എന്റെ ഒരു ബന്ധുവായി സ്കൂളിലെ അധ്യാപകനായ രാജസ്ഥാനോടൊപ്പം വന്ന് ആദ്യമായിട്ടാണ് ഞാൻ NSSന്റെ ആസ്ഥാനത്ത് വന്നത്. അന്ന് ജനറൽ സെക്രട്ടറി ശ്രീ കിളങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയാണ്. ഞങ്ങൾ 3 പേരും കൂടി അവിടെ ചെന്നപ്പോൾ എന്റെ അഡ്മിഷന് വേണ്ടിയാണ് വന്നത്. അന്ന് പക്ഷെ എല്ലാ അഡ്മിഷനും കഴിഞ്ഞു, ആ അപേക്ഷ കൊടുക്കാനുള്ള സമയം കഴിഞ്ഞു. ഈ വിവരങ്ങൾ അദ്ദേഹത്തോട് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ എനിക്ക് അപേക്ഷ തരാൻ എഴുതി തന്നു. ഞാൻ അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്ത് എനിക്കിവിടെ ഈ കോളേജിൽ എനിക്ക് പ്രവേശനം നൽകി. അങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്നെ സഹായിച്ചത്, എനിക്ക് അഭയം തന്നതും NSS ആണ് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷം.